നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ നിയമവിരുദ്ധമായി ആളുകളെ എത്തിക്കുന്ന സംഘത്തെ തകർക്കാൻ ഫെഡറൽ പോലീസ് നടത്തിയ വൻ റെയ്ഡിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഡബിൾ ഗാങ്സ്റ്റർ ട്രിക്ക് എന്ന ലളിതവും എന്നാൽ അതീവ തന്ത്രപരവുമായ രീതിയിലൂടെയാണ് സിറിയൻ വംശജരെ സംഘം രാജ്യത്തേക്ക് കടത്തിയിരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിലൂടെയാണ് ഇവർ സിറിയക്കാരെ ജർമ്മനിയിലേക്ക് എത്തിച്ചത്. സാധാരണ വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിന് പകരം യഥാർത്ഥ പാസ്പോർട്ടുകൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കുടിയേറ്റക്കാരോട് സാമ്യമുള്ള ജർമ്മനിയിൽ താമസിക്കാൻ നിയമപരമായ അനുമതിയുള്ള വ്യക്തികളുടെ പാസ്പോർട്ടുകൾ സംഘടിപ്പിക്കുകയാണ് ഇവർ ആദ്യം ചെയ്തിരുന്നത്. യഥാർത്ഥ രേഖകൾ നോക്കിയാൽ പാസ്പോർട്ടും വിസയും 100% ഒറിജിനലായിരിക്കും. സാമ്യമുള്ള മുഖങ്ങൾ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ പാസ്പോർട്ടിലെ ഫോട്ടോയുമായി സാമ്യമുള്ള ആളുകളെ സിറിയയിൽ നിന്ന് കണ്ടെത്തി അവരെ ഈ രേഖകൾ ഉപയോഗിച്ച് വിമാനത്താവളങ്ങളിലൂടെയും അതിർത്തികളിലൂടെയും ജർമ്മനിയിൽ എത്തിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. മുഖസാമ്യം ഉള്ളതിനാൽ അതിർത്തിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് വ്യാജമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ ജർമ്മൻ പോലീസ് മിന്നൽ പരിശോധനയാണ് നടത്തിയത്. നിരവധി സിറിയൻ പൗരന്മാരെ ഇത്തരത്തിൽ രാജ്യത്തേക്ക് കടത്തിയതായി പോലീസ് കണ്ടെത്തി. ഒരേ പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെ ഒന്നിലധികം ആളുകളെ പലപ്പോഴായി കടത്തിയതായും സംശയമുണ്ട്. മനുഷ്യ കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കണ്ണികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയ്ഡിൽ നിരവധി ഒറിജിനൽ പാസ്പോർട്ടുകളും ഫോണുകളും പണവും കണ്ടെടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ തട്ടിപ്പ് പുറത്തു വന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ജർമ്മനിയിലെ വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും പരിശോധനകൾ ഇനി മുതൽ കൂടുതൽ കർശനമാക്കാൻ ഈ സംഭവം കാരണമാകും. മാത്രമല്ല, അടുത്ത കാലത്തായി ജർമ്മനിയിലെത്തിയ മിക്കവരുടെയും പാസ്പോർട്ടുകൾ ചെക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് രാജ്യത്തെ ക്രിമിനൽ പോലീസ്. ജർമ്മനിയിലെ പെൻഷൻ സംവിധാനത്തെക്കുറിച്ച് ആശങ്കാജനകമായ മുന്നറിയിപ്പുമായി ചാൻസലർ ഫ്രെഡറിഷ് മെർച്ച്. സർക്കാർ നൽകുന്ന നിയമപരമായ പെൻഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, ഭാവിയിൽ കേവലം ഒരു അടിസ്ഥാന സുരക്ഷ, അതായത് ബാസിസ് അബ്സിഷറും മാത്രമായി ചുരുങ്ങുമെന്നും ജീവിത നിലവാരം നിലനിർത്താൻ ഇത് ഒന്നിനും തികയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാങ്ക് അസോസിയേഷന്റെ 75ാം വാർഷിക ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജർമ്മൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായ വിഷയങ്ങളിലൊന്നായ പെൻഷൻ കാര്യത്തിൽ കൈപ്പേറിയ സത്യമാണ് ചാൻസലർ തുറന്നടിച്ചത്. സർക്കാർ പെൻഷൻ മാത്രം വിശ്വസിച്ച് ഇരുന്നാൽ ഭാവിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊരു ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള തുകയായി കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന കാലത്ത് സ്വകാര്യമായോ കമ്പനികൾ വഴിയോ ഉള്ള പെൻഷൻ പദ്ധതികളിൽ, അതായത് പ്രിവാറ്റ് ഫോർസോർഗെ, കൂടുതൽ തുക നിക്ഷേപിക്കണമെന്ന് മെർസ് ആവശ്യപ്പെട്ടു. നിലവിലെ താൽപര്യമുണ്ടെങ്കിൽ മാത്രം എന്ന രീതി മാറ്റി ഇത് വലിയ തോതിൽ നടപ്പിലാക്കേണ്ടി വരും. പെൻഷൻ പരിഷ്കരണങ്ങളിൽ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകാനാണ് മെർച്ചിന്റെ തീരുമാനം. സഖ്യകക്ഷിയായ SPD ഉയർത്തുന്ന തടസ്സങ്ങൾ നീക്കാൻ ഗൗരവകരമായ ചർച്ചകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പരിഷ്കാരം 2027 മുതലാണ് പ്രാബല്യത്തിലാകുക. ജനപ്രീതി കുറഞ്ഞ റീസ്റ്റർ പെൻഷന് പകരമായി പുതിയൊരു സംവിധാനം ജനുവരി മുതൽ നിലവിൽ വരും. സ്വകാര്യ പെൻഷൻ പദ്ധതികൾക്ക് സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയാണിത്. എന്നാൽ ഇത് മാത്രം പോരെന്നും കൂടുതൽ വേഗത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്നാണ് ചാൻസലറുടെ പക്ഷം. അതേസമയം ചാൻസലറുടെ പ്രസ്താവനയ്ക്കെതിരെ സഖ്യകക്ഷിയായ SPD രംഗത്തെത്തിയിട്ടുണ്ട്. പെൻഷന് പുറമെ ഊർജ്ജ മേഖലയിലെ അമിത സബ്സിഡികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചും സാമ്പത്തിക പരിഷ്കരണങ്ങളെ കുറിച്ചും ചാൻസലർ കർശനമായ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലയിലുള്ളവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടി വരുമെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായി എത്തിയിട്ടുള്ളവർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അടയ്ക്കുന്നതിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങളും നടത്തിയാൽ ഭാവിയിൽ ഒരുപക്ഷെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിഞ്ഞേക്കും. ലോകപ്രശസ്ത ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. ഉൽപാദനശേഷിയിൽ വൻതോതിലുള്ള കുറവ് വരുത്താൻ CEO ഒലിവർ ബ്ലൂം തീരുമാനിച്ചു. ആഗോള വിപണിയിലെ തകർച്ചയും വിൽപ്പനയിലെ കുറവുമാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. പ്രതിവർഷം 12 ദശലക്ഷം കാറുകൾ നിർമ്മിച്ചിരുന്ന ശേഷി 9 ദശലക്ഷമായി കുറയ്ക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഏകദേശം 30 ലക്ഷം കാറുകളുടെ കുറവാണ് വരുത്തുന്നത്. ചൈനയിൽ ഇതിനോടകം തന്നെ ഉൽപാദന
ഉൽപാദനം കുറച്ചു കഴിഞ്ഞു. ഇനി യൂറോപ്പിലെ പ്ലാന്റുകളിലും പ്രധാനമായും ഫോക്സ് വാഗൻ, ഔഡി വിഭാഗങ്ങളിൽ 2028ഓടെ വൻതോതിൽ നിർമ്മാണം വെട്ടിക്കുറയ്ക്കും. ഈ നടപടികൾ ജീവനക്കാരെയും സാരമായി ബാധിക്കും. ജർമ്മനിയിൽ മാത്രം 35,000 തസ്തികകൾ ഒഴിവാക്കാൻ കമ്പനിയും തൊഴിലാളി യൂണിയനും തമ്മിൽ നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ 2030ഓടെ ഗ്രൂപ്പിലുടനീളം 50,000 പേർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് കാലത്തിനു മുമ്പ് പ്രതിവർഷം 11 ദശലക്ഷം കാറുകൾ വിറ്റിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 9 ദശലക്ഷം കാറുകൾ മാത്രമാണ് വിറ്റഴിയുന്നത്. വിൽക്കാത്ത കാറുകൾ നിർമ്മിച്ചു കൂട്ടുന്നത് കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതിനാലാണ് ഈ സർജറിക്ക് സിഇഒ തയ്യാറെടുക്കുന്നത്. പ്ലാന്റുകളുടെ നടത്തിപ്പ് ചെലവ് കുറയ്ക്കുന്നതിലും പുരോഗതി ഉണ്ടെങ്കിലും അധികമുള്ള ഉൽപാദനശേഷി കമ്പനിക്ക് വലിയ തലവേദനയാണ്. അതേസമയം അമേരിക്കയിൽ സ്കൗട്ട് എന്ന പുതിയ ബ്രാൻഡിലൂടെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളും ഫോക്സ് വാഗൻ നടത്തുന്നുണ്ട്. ചൈനീസ് കമ്പനികളുമായി സഹകരിച്ച് വോൾസ്ബുർഗിലെ പ്ലാന്റുകളിൽ നിർമ്മാണം നടത്തുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ജർമ്മനിയിലെ വാഹന വിപണിയിലെ ഈ തകർച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വാഹന അനുബന്ധ ജോലികളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ, പ്രത്യേകിച്ച് മലയാളികളെ ഈ തീരുമാനങ്ങൾ ബാധിക്കുമെന്നാണ് കരുതുന്നത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജർമ്മനിയിലെത്തി. ഏപ്രിൽ 21 മ്യൂണിക് വിമാനത്താവളത്തിലെത്തിയ മന്ത്രിയെ ഇന്ത്യൻ അംബാസഡർ അജിത് ഗുപ്തെ ബൊക്ക നൽകി സ്വീകരിച്ചു. മ്യൂണിക്കിൽ നിന്നും ജർമ്മൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ബെർലിനിലെത്തിയ അദ്ദേഹത്തിന് പൈലറ്റ് അകമ്പടിയായി യുദ്ധവിമാനങ്ങൾ അണിനിരന്നത് ഇന്ത്യയോടുള്ള ജർമ്മനിയുടെ ആദരവായി മാറി. ബെർലിൻ വിമാനത്താവളത്തിലിറങ്ങിയ പ്രതിരോധ മന്ത്രിക്ക് ജർമ്മൻ സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി. മ്യൂണിക്കിൽ നിന്നും ബെർലിനിലേക്കുള്ള യാത്രയിലുടനീളം ജർമ്മൻ പോർ വിമാനങ്ങൾ രാജ്നാഥ് സിംഗിന്റെ വിമാനത്തിന് സുരക്ഷാ അകമ്പടി സേവിച്ചു. ഒരു വിദേശ പ്രതിരോധ മന്ത്രിക്ക് ജർമ്മനി നൽകുന്ന അത്യപൂർവമായ ബഹുമതിയാണിത്. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ നാവികസേനയ്ക്കായി 6 അത്യാധുനിക മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്ന 45,000 കോടി രൂപയുടെ ബൃഹത് കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനെ കുറിച്ചും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഇരു നേതാക്കളും സംസാരിക്കും. 7 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജർമ്മനി സന്ദർശിക്കുന്നത് എന്നതും ഈ യാത്രയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ലുഡീസ്ബുർഗിൽ നടന്ന നിയമവിരുദ്ധമായ കാറോട്ടത്തിനിടെ 2 യുവതികൾ കൊല്ലപ്പെട്ട കേസിൽ സഹോദരങ്ങളെ കോടതി ശിക്ഷിച്ചു. അപകടത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നത് കേസിൽ നിർണായകമായി. നഗരമധ്യത്തിലൂടെ മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ 455 HP കരുത്തുള്ള മെഴ്സറസ് ബെൻസ് കാറാണ് യുവതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചത്. സ്വീഡനിലെ ഗോതൻബർഗിന് സമീപമുള്ള 2 റെസ്റ്റോറന്റുകളിൽ നിന്ന് സുഷി കഴിച്ച 100ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ലേറം, ഫ്ലോഡ എന്നിവിടങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ നിന്നാണ് ആളുകൾ ഭക്ഷണം കഴിച്ചത്. ഇവിടെ വിതരണം ചെയ്ത സാൽമൺ മത്സ്യത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ലയോ 14 മാർപ്പാപ്പായുമായുള്ള പരസ്യമായ തർക്കത്തിന് പിന്നാലെ അമേരിക്ക റീഡ്സ് ദി ബൈബിൾ പരിപാടിയുമായി പരിപാടിയുടെ ഭാഗമായി ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ ബൈബിൾ വായിക്കും. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ പരിപാടിയിൽ പങ്കുചേരും. അതേസമയം വെടിനിർത്തൽ ഇന്ന് അവസാനിക്കും. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ കരാറിൽ എത്തിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്നാണ് US പ്രസിഡന്റിന്റെ ഭീഷണി. ഇതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ US നാവികസേന പിടിച്ചെടുത്തതും മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. US-ഉം ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി ഏപ്രിൽ 22 ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് അവസാനിക്കുക. പുതിയ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ബോംബാക്രമണമാണ് നടത്തുക എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഒരു മികച്ച കരാറിൽ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് CNBC ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ കരാർ ഉണ്ടായില്ലെങ്കിൽ ആക്രമണം തുടരാൻ സൈന്യം സജ്ജമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ചർച്ചകൾക്കായി മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. എന്നാൽ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല. വെടിനിർത്തൽ നീട്ടിയില്ലെങ്കിൽ മേഖലയിൽ വീണ്ടും രൂക്ഷമായ ബോംബാക്രമണങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ചുരുക്കത്തിൽ ബുധനാഴ്ച വൈകുന്നേരം വരെയുള്ള സമയം അതീവ നിർണായകമാണ്. ഒരു നയതന്ത്ര പരിഹാരം ഉണ്ടാകുമോ അതോ യുദ്ധം രൂക്ഷമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.
തെക്കൻ ലെബനനിലെ ദബേൽ ഗ്രാമത്തിൽ യേശുവിന്റെ പ്രതിമ തകർത്ത സംഭവത്തിൽ 2 ഇസ്രായേൽ സൈനികരെ 30 ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇവരെ യുദ്ധമുഖത്തെ ചുമതലകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. കുരിശിലേറ്റപ്പെട്ട യേശുവിന്റെ പ്രതിമ സൈനികർ കോടാലി കൊണ്ട് വെട്ടിത്തകർക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് വലിയ രാജ്യാന്തര പ്രതിഷേധത്തിന് കാരണമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി എണ്ണ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.